ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് 6 യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് cleanpng.com ആണ്. ഇതിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരുപാട് PNG ഫയൽസുകൾ ലഭിക്കും. നമ്മളെ യൂട്യൂബിൽ തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അതിൽ വേണ്ട ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്ന് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത് സെർച്ച് ചെയ്തെടുത്താൽ മതി. അല്ലാതെ നമുക്ക് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ച് ചെയ്തെടുത്തതിന് ശേഷം അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ അൺലിമിറ്റഡ് ആയിട്ട് ഒരുപാട് ഇത് മൂവീസിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്തപ്പോൾ തന്നെ അതിൽ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫയൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോസ് കട്ട് ചെയ്ത് സമയം കളയണ്ട, ഇതിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫെസ്റ്റിവൽ സീസൺസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് PNG ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളെ ഫോട്ടോസിലൊക്കെ ആഡ് ചെയ്ത് ഫോട്ടോസ് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് remove.bg ആണ്. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളെ ഫോട്ടോസ് കട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് വേറെ അടിപൊളി ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അവർ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റുകൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഫോട്ടോ കട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റുകളുള്ളതിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ എഫക്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് അതിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്ത് തരുന്നത്. ഒരു ഒറ്റ ക്ലിക്ക് മതി, ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചും ചെയ്യാം. ഫോട്ടോ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. മൂന്നാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് വളരെ ഉപകാരപ്രദമായ ഒരു വെബ്സൈറ്റാണ് pdfdrive.com എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഓരോ സിലബസിലെ പ്രീവിയസ് ഇയർ സോൾവഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഫയൽസുകൾ ഇതിലുണ്ട്. നമുക്ക് ഓരോ ഇത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്സുകളും ഫയൽസുകളൊക്കെ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിലുള്ള ബുക്സുകളും ഫയൽസുകളും തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്സുകളും ഫയൽസുകളൊക്കെ ഇതിൽ ലോഡാവുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ഓരോ സിലബസിലെ ടോപ്പിക്സ് നമുക്ക് ഇതിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകളും ഫയൽസുകളും, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇങ്ങനെ നമുക്ക് ഒരുപാട് ഫയൽസുകളൊക്കെ ഇതിലുള്ള ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ, ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരു ഉപകാരപ്രദമായ ഒരു വെബ്സൈറ്റാണിത്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് PDF ഫയലായിട്ടൊക്കെ ഗാലറിയിലോട്ട് സേവ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത വെബ്സൈറ്റ് എന്ന് പറയുന്നത് ജോബിനൊക്കെ അപേക്ഷിക്കുമ്പോൾ റെസ്യൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രൊഫഷണലായിട്ട് നമുക്ക് റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു വെബ്സൈറ്റാണ് അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ കയറാൻ വേണ്ടി റെസ്യൂം മേക്കർ ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മളെ പേരും അഡ്രസ്സും സ്കിൽസൊക്കെ ആഡ് ചെയ്ത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ അഡീഷണലായിട്ട് കളർ ചേഞ്ച് ചെയ്യാനും ആൽഫബറ്റിക്കിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനും പിന്നെ അഡീഷണൽ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യാനുള്ള ഫീച്ചേഴ്സും അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് റെസ്യൂമൊക്കെ മേക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് നമുക്ക് റെസ്യൂം മേക്ക് ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ വെബ്സൈറ്റിലോട്ട് പോവാം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് നിന്ന് തുടങ്ങി നമ്മുടെ സോഷ്യൽ മീഡിയാസ് എല്ലാം സിങ്ക് ചെയ്തിരിക്കുന്നത് നമ്മളെ Gmail ID ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ Gmail IDയിൽ എന്തെങ്കിലും ഹാക്കിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ Gmail IDയിൽ ഡേറ്റാസൊക്കെ ആരെങ്കിലും ചോർത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാനാണ് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. monitorfirefox.com എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ഈ ഒരു വെബ്സൈറ്റ് വന്നതിന് ശേഷം നമ്മളെ Gmail ID ഇതിൽ ടൈപ്പ് ചെയ്യണം. ഞാനിതിൽ എക്സാമ്പിളായിട്ട് എൻ്റെ Gmail ID ടൈപ്പ് ചെയ്തതിന് ശേഷം ചെക്ക് ഫോർ ബ്രീച്ചസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ ഇമെയിൽ ID എവിടെയെങ്കിലും ലീക്ക് ആയിട്ടുണ്ടെങ്കിലും നമ്മളെ ഡേറ്റാസൊക്കെ ഏതെങ്കിലും വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ നമ്മളെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഈ Gmail ID ഞാൻ വേറെ ഒന്നിനും യൂസ് ചെയ്യാത്തതുകൊണ്ട് 0 ഡാറ്റ ബ്രീച്ചസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും ബ്രീച്ചസ് ഡാറ്റ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി അറിയാൻ കഴിയും. നമ്മുടെ ആറാമത്തെ വെബ്സൈറ്റ് dictation.io എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ വോയിസിൽ പറയുന്നത് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റായിട്ട് അത് കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ ഒരുപാട് ലെങ്തുള്ള ടെക്സ്റ്റൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ ഇതുപോലെ നമുക്ക് വോയിസിൽ പറഞ്ഞതിന് ശേഷം അതിനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത്
ആ ഫയൽസിനെ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലെ മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വോയിസിൽ പറയുന്നത് അത് കൺവേർട്ട് ചെയ്ത് ടെക്സ്റ്റായിട്ട് നമുക്ക് അയച്ചു തരും. അതിനുശേഷം ആ ടെക്സ്റ്റ് ഫയൽസ് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഓളാക്കി വയ്ക്കാൻ മറക്കരുത്.